ലൈവ് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നടുറോഡിലെ മേയർ KSRTC ഡ്രൈവർ പോരിൽ നാടകീയ വഴിത്തിരിവ്. KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല. ഡിപ്പോയിലെ മറ്റു ബസ്സുകളിൽ മെമ്മറി കാർഡ് ഉണ്ട്. തർക്കം നടന്ന ബസ്സിലെ മെമ്മറി കാർഡ് മനഃപൂർവ്വം എടുത്തു മാറ്റിയെന്നാണ് പോലീസ് നിഗമനം. ബസ്സിൽ ഫോറൻസിക് പരിശോധന നടത്തും. സംഭവത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന് സംശയിക്കുന്നതായി ഡ്രൈവർ യദു 24-നോട് പറഞ്ഞു. മെമ്മറി കാർഡ് അത് എനിക്കറിയത്തില്ല, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളും അറിഞ്ഞിട. പക്ഷേ റെക്കോർഡിംഗ് ആയിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടാകുന്ന അറിയത്തില്ല, വണ്ടിക്കകത്ത് ചാത്തൻ സേവ. പെട്ടെന്ന് CMD ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ഇപ്പം എൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത്. എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവര് ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഇനി മുന്നിലുള്ള ഏക പോം വഴി ആ ക്യാമറ ദൃശ്യങ്ങൾ എന്നായിരുന്നു ഇന്നലെ യദു പറഞ്ഞത്. ഒപ്പം അതിനെ പ്രതീക്ഷ വെച്ചുകൊണ്ടായിരുന്നു അന്വേഷണവും പോയത്. ഈ ഘട്ടത്തിൽ ആരാണിത് എടുത്തു മാറ്റിയത്? മേയർക്കാണെങ്കിൽ മേയറുടെ വാദങ്ങളെ സാധൂകരിക്കാനുള്ള തെളിവ് കൂടിയായിരുന്നില്ലേ ഈ ദൃശ്യങ്ങൾ? അതായത് ഗോകുൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഈ CCTV ദൃശ്യങ്ങൾ, ഈ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി യാത്രക്കാരെ ഇറക്കിവിട്ടത് യദു ആണെന്ന ആരോപണമുണ്ട്. പക്ഷേ യദു നേരെ തിരിച്ചാണ് പറയുന്നത്. സച്ചിൻ ദേവ് MLA ആണ് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന് യദുവും പറയുന്നു. ഈ വിഷയത്തിലെല്ലാം കൃത്യത വരും. ഒപ്പം മേയറുടെ വാഹനം KSRTC ബസ്സിൻ്റെ കുറുകെ ഇട്ടുന്ന കാര്യത്തിലും കൃത്യത വരേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ നിർണായകമാകുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്. അതാണ് നിലവിൽ പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതുമായി ബന്ധപ്പെട്ട പോലീസ് ഫോറൻസിക് അന്വേഷണം ഉൾപ്പെടെ നിലവിൽ നടത്താനുള്ള ആലോചനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് പോലീസിന്റെ നിലവിലെ നിലപാട്. പക്ഷേ KSRTC ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പരാതിയും പോലീസിൽ നൽകിയിട്ടില്ല. പക്ഷേ KSRTC CMD ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിലൂടെ കൃത്യത വരുമെന്ന് തന്നെയാണ് നിഗമനം. എന്തായാലും KSRTCക്കുള്ളിലെ ജീവനക്കാരോ മറ്റു പ്രധാനപ്പെട്ട ആളുകളോ അറിയാതെ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റുക എന്നത് സാധ്യമല്ല. കാരണം KSRTC ബസ്സിൻ്റെ സാങ്കേതികത്വം കൃത്യമായി മനസ്സിലാക്കണം, അതിനുള്ള സാഹചര്യം വേണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വരെ ട്രിപ്പ് പോയി തിരിച്ചു വന്ന ഒരു ബസ്സാണിത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സുമായി ഈ ബസ്സിൻ്റെ സംവിധാനങ്ങൾ അറിയുന്ന ആക്സസബിളായ ഒരാൾക്ക് മാത്രമേ ഈ കൃത്യം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിനുള്ളിലെ കോർപ്പറേഷനുള്ളിലെ ആളുകൾ തന്നെയാണ് ഇതിന് എന്ന സംശയം പോലീസിന് കൃത്യമായുണ്ട്. അതുകൊണ്ടാണ് അത് തെളിയിക്കാനാണ് പോലീസ് ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. KSRTCയുടെ അന്വേഷണത്തിലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും യദു ഈ വിഷയത്തിൽ പറയുന്നത് കൃത്യമായി ബോധപൂർവം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന ഗൗരവകരമായ ആരോപണമാണ്. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ ഇതിലെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നോ എന്നുള്ള കാര്യം പുറത്തു വരും. കാരണം കഴിഞ്ഞ ദിവസം ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് മേയർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. മേയറുടെ വാഹനം KSRTC ബസ്സിന് കുറുകെ ഇടുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എത്തുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ മെമ്മറി കാർഡ് തന്നെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ടോൺമെന്റ് SHO തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. കാരണം വലിയ ദുരൂഹതയാണ് ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ. മേയറെ പോലെ ഒരു ഭരണകക്ഷി MLA-ക്കെതിരെ ഒക്കെ ആരോപണമുള്ള സംഭവത്തിലാണ് ഇതിൻ്റെ നിർണായകമായ ദൃശ്യങ്ങൾ KSRTCയുടെ ഔദ്യോഗിക സംവിധാനത്തിനുള്ളിൽ കിടക്കുന്ന ഘട്ടത്തിൽ, ഡിപ്പോയ്ക്കുള്ളിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഈ
മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. ഇതിൽ ഗൗരവകരമായി കാണണമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി CMDക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം യദുവിനെതിരായ അന്വേഷണവും KSRTCയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായി KSRTC നിരവധി CCTV ദൃശ്യങ്ങൾ, ഈ ബസ്സിൻ്റെ സഞ്ചാരപാത ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കേശവദാസപുരം മുതൽ പാളയം സാഫല്യം കോംപ്ലക്സ് വരെയുള്ള ദൃശ്യങ്ങളാണ് KSRTC പോലീസിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കുന്നത്. ഇതിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ KSRTC ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റുമോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച എന്നോടും കൂടിയാണ് പോലീസ് ഇന്ന് KSRTC ബസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ശേഖരിക്കാനെത്തിയത്. ഈ ഘട്ടത്തിലാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഗോകുൽ. ശരി, വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മേയറുടെ വാദമാണോ അതല്ല ഡ്രൈവറായ യദുവിൻ്റെ വാദമാണോ ശരി എന്നത് വ്യക്തമാകാനുണ്ടായിരുന്ന ഏക തെളിവായിരുന്നു ആ ദൃശ്യങ്ങൾ. ഏതായാലും ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് CCTV ക്യാമറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അത് ബോധപൂർവമായ ഒരു അട്ടിമറി എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ അത് ആരെ സഹായിക്കാൻ ആരെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണം. തുടർഘട്ടങ്ങളിൽ ആ നിലയിലേക്ക് കൂടി അന്വേഷണം പുരോഗമിക്കും. ഫോറൻസിക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കോവിഡ് പ്രതിരോധ വാക്സിൻ കോവിഷീൽഡിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ പാർശ്വഫലത്തിന് സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ കേന്ദ്രത്തെ വിമർശിച്ച് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഉറപ്പെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു. ഗുണനിലവാരമില്ലാത്ത വാക്സിന് BJP കമ്മീഷൻ വാങ്ങിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഒരു വശത്ത് ഈ വാക്സിൻ സ്വീകരിച്ച ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാവുന്നു ഈ പുതിയ വെളിപ്പെടുത്തൽ, മറുവശത്ത് അത് രാഷ്ട്രീയ ആരോപണമായി വളരുകയാണ്. അതിനിടയിലാണല്ലോ ഈ ഹർജിയും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൂഗിൾ കോവിഷീൽഡിന് ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട് എന്ന് ഇതിൻ്റെ നിർമ്മാണ കമ്പനി തന്നെ കോടതിയിൽ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കണമെന്നും ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണം എന്നുമാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും കോവിഷീൽഡ് വലിയ ഒരു വിഷയമായി ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണ യോഗങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തവണ ഈ കോവിഡ് കാലത്തുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ പ്രചരണ വിഷയമായി ഉയർത്തി കാണിച്ചിരുന്നു. എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി എല്ലാ പ്രചാരണ യോഗങ്ങളിലും സംസാരിക്കുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇത്തരത്തിൽ ഈ കമ്പനി തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്നും വാക്സിന് ഇത്തരത്തിലുള്ള പാർശ്വഫലങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അക്കാര്യം പ്രതിപക്ഷം ആയുധമാക്കുന്നത്. കോൺഗ്രസും RJDയും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതാണോ പ്രധാനമന്ത്രിയുടെ ഉറപ്പ് എന്ന ചോദ്യമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥിയാണ് അജയ് റായ്. ഒപ്പം തന്നെ ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ഉത്തരവാദി ആര് എന്ന കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും മറുപടി പറയണം എന്നാണ് RJD ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത വാക്സിൻ നൽകി കമ്മീഷൻ കൈപ്പറ്റി കേന്ദ്ര സർക്കാർ എന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടി ആകട്ടെ കേന്ദ്ര സർക്കാർ ഇത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ച് ആളുകളെ നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിച്ച് അവർക്ക് ഈ പാർശ്വഫലത്തിന് ആര് മറുപടി പറയണം എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയം പ്രചാരണ വിഷയമായി തന്നെ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശരി, ഏതായാലും കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന് ആസ്ട്രസെനക തന്നെ വെളിപ്പെടുത്തിയോടെ ആശങ്ക ഉയരുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മാധ്യമങ്ങളെ കാണും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയേണ്ടത് CPMൻ്റെ പാൻ നമ്പർ അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ് AAATCO 400A. ഇതാണ് പാൻ നമ്പർ. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി CPMൻ്റെ പാൻ നമ്പറാണ്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ട്.
ഒരു പാൻ നമ്പറാണുള്ളത്, അത് ഞങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എല്ലാ അക്കൗണ്ടുകളിലും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ അവരുടെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട്, അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദി. അതിങ്ങനെയാണ് സംഭവിച്ചത്. AAATCO 400A എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായിട്ടുള്ള നാലാമത്തെ ആൽഫബറ്റ് അക്ഷരം ടി എന്നത് ടി ആണ്. അത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ബാങ്കാണ്, ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവർക്ക് പറ്റിയ ഒരു കരുതി കൂട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഇവർക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണത്. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് അതവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ പാൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ നിലയിലുള്ള അക്കൗണ്ടുകളേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 2 തീയതി ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ 1 കോടി രൂപ പിൻവലിക്കേണ്ടത്. 1 കോടി രൂപ പിൻവലിക്കാൻ കാരണം എന്താ വെച്ചാൽ നിയമാനുസൃതമായി പിന്നെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയവും സന്ദർഭമാണ്. ആ നിലയിൽ പാർട്ടിയുടെ നിയമവിധേയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ ചെലവിന് വേണ്ടി 1 കോടി രൂപ പിൻവലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ പിൻവലിച്ചതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ, അതായത് ഏപ്രിൽ മാസം 5 തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് പ്രകാരം അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് ജീവനക്കാർ ബാങ്കിൽ ഹാജരാവുകയുണ്ടായി. അത് ഏപ്രിൽ 5 തീയതിയാണ്. ഏപ്രിൽ 2-നാണ് ഞങ്ങൾ 1 കോടി രൂപ പിൻവലിച്ചത്. എന്നാൽ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ 1 കോടി രൂപ പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന നിലയിൽ ഒരു പ്രത്യേക വ്യാഖ്യാനം നടത്തി അതിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുമാത്രവുമല്ല, അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുകയുണ്ടായി. അതോടൊപ്പം അവർ പറഞ്ഞു ഇവരുടെ, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ തുടർന്ന് ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചു. അതോടൊപ്പം ഈ പിൻവലിച്ച 1 കോടി രൂപ അത് ചെലവ് ചെയ്യാനും പാടില്ല എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പം ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നിയമാനുസൃതമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഇടപാട്, ഈ പണം ചെലവാക്കുന്നത് യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുള്ള അധികാരം അവർക്കില്ല. ആ നിലയിൽ നോക്കുമ്പോൾ അനധികൃതമായിട്ടുള്ള ഉത്തരവാണത്. അത് പാലിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു നിലയിലുള്ള ഒരു കോലാഹലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നൊരു ചിന്താഗതിയുടെ ഞങ്ങളുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ മറ്റൊരു കോലാഹലത്തിലേക്ക്, അല്ലെങ്കിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകാവും. അത് ചെലവാക്കാതെ ഓഫീസിൽ ഞങ്ങൾ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു മാധ്യമ കോലാഹലം വേണ്ട എന്ന നിലയിൽ കൂടിയാണ് അത് എന്താണ് യാത്ര. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവർക്ക് പറ്റിയ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി കത്ത് നൽകിയിട്ടുണ്ടായി. അത് സംബന്ധമായിട്ടുള്ള ഒരു മറുപടി ഇപ്പോൾ അവർ തന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, 18/4/2024
അവർ മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ അവർ പറയുന്നത് അവർക്ക്, അതായത് ഈ പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ആ കാര്യത്തിൽ. അപ്പോൾ ബാങ്കുകാർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടത്തിപ്പുകാർക്ക് പറ്റിയ ഒരു പെശക് അല്ലെങ്കിൽ ഒരു നടപടിക്രമം, അതിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക, പാർട്ടിയെ വേട്ടയാടുക, ഈ നിലയ്ക്കുള്ള നിലപാടുകളാണ്, നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് സംഭവം. അപ്പം ഇതിൽ പാർട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ CPM-ന് 2720 ബ്രാഞ്ചുകളുണ്ട്. 2720 ബ്രാഞ്ചുകൾ, 48,315 പാർട്ടി അംഗങ്ങളുണ്ട്. പാർട്ടി അംഗങ്ങളുടെ അംഗത്വ ഫീസും ലഭിയും അതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഫണ്ടായിട്ട് ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളായിട്ട് അവരിൽ നിന്ന് ഞങ്ങൾ സ്വരൂപിക്കുന്ന തുകകളുമാണ് CPM-ൻ്റെ സാമ്പത്തിക സ്രോതസ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിലൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പം ഇവിടെ മരവിപ്പിച്ചു എന്ന് പറയുന്ന അക്കൗണ്ട് സത്യത്തിൽ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ അക്കൗണ്ടാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ, നിങ്ങൾ ആലോചിക്കണം എത്രയോ മുമ്പ് തുടങ്ങിയ, നിയമാനുസൃതമായി ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ IT റിട്ടേൺസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും IT ഡിപ്പാർട്ട്മെൻറ്റിനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ സ്വാഭാവികമായിട്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ചെയ്യുക. അത് കൃത്യമായി കൊടുക്കുന്നതാണ്. ഞങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിയമാനുസൃതമായി ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരെ ഞങ്ങൾക്കിതിലൊന്നും മറച്ചു വയ്ക്കാനില്ല. എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഏത് അക്കൗണ്ടും സുതാര്യമാണ്. ഇതിൻ്റെ വരവ് ഒരു ഉറുപ്പിയുടെ പോലും വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു നിലയിൽ പ്രതിപക്ഷത്തിനെതിരെ, കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPM-നെതിരെ വലിയ നിലയിലുള്ള ഈ വേട്ടയാടൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നതാണ്. ഈ നിലയിലുള്ള കടന്നാക്രമണങ്ങളെ ആ നിലയിൽ തന്നെ കണ്ടുവരും. നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും, ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയും. ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊന്നും ചെയ്യാനില്ല. ആ നിലയിൽ ഈ കാര്യത്തിലും ഈ വിഷയത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുക. രാഷ്ട്രീയ പ്രേരിതമാണ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ അതാണല്ലോ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അത് നമ്മുടെ അനുഭവമാണ്. ഈ വിഷയവും അത് തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞങ്ങൾ 100 പ്രാവശ്യം ആവർത്തിച്ചുള്ള കാര്യമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല CPM-നെ സംബന്ധിച്ച്. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നന്നായി പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയെ ജനമധ്യത്തിൽ അതെ, ഞാൻ മനസ്സിലാകുന്ന ഈ പാൻ കാർഡിൽ വന്ന ഒരു മിസ്റ്റേക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ഫ്രീസ് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് ഫ്രീസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ സാധാരണ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട്. പക്ഷെ അതുപോലും ചെയ്യാതെയാണ് വളരെ ഏകോക്ഷികമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ആര് അല്ല, ഇന്നലെ അവരെ നമ്മൾ വിളിച്ചിട്ടാണ് നമ്മളിത് പോകുന്നത്.
ഞങ്ങളോട് അവരൊരു പ്രത്യേക അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ അതെ അതെ ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വരിക. ഞാൻ സത്യത്തിൽ എനിക്ക് ഇന്നലെ പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവ് സഹ മരിച്ച് അതിൻ്റെ സംസ്കാര ചടങ്ങും പരിപാടിയായിട്ട്. അപ്പോൾ ഞാൻ ഒരു ലീവ് ചോദിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കാര്യമുള്ളൂ, വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിൽ നമ്മളത് ചെയ്യുന്നത്, നമ്മളവിടെ പോകുന്നത്. ചെന്നപ്പോൾ ഇതാണ് സംഭവം. അല്ല, ഇതിനകത്ത് നിലവിൽ എല്ലാ രേഖകളും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. അതെ. കാരണം ഈ CPIM സംബന്ധിച്ചിടത്തോളം വരവ് ചെലവ് കണക്ക് വളരെ കൃത്യമായി കൊടുക്കുന്നതാണ്. ഈ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടും ഈ പാനിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ബാങ്ക് ഈ പാനിൽ ഒരു നമ്പറിൽ വന്നൊരു എററാണ്. സാധാരണ നിലയിൽ അത്തരം എററൊക്കെ കറക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മുകളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇത് ഫ്രീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. ഒരു പൊതുമേഖലാ ബാങ്കിൽ CPIM പോലൊരു പാർട്ടി ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നു. 30 വർഷത്തോളമായിട്ട് ഉള്ളൊരു അക്കൗണ്ട്, ഇപ്പോൾ 2 ദിവസം കൊണ്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടല്ല. അത് വളരെ കൃത്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരമൊരു സംഗതിയെ പോലും വളരെ ദുരൂഹമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയുടെ ഇന്ന് പരസ്യമായിട്ട് ഇങ്ങനെ ഒന്ന് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നിയമപരമായി നേരിടും. ഞങ്ങളത് ആലോചിക്കും. പാർട്ടി ആലോചിച്ച് എങ്ങനെ ഈ പിന്നെ ഇതിനൊന്ന് മറികടക്കണമല്ലോ, അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഒരൊറ്റ ആൽഫബറ്റിൻ്റെ പ്രശ്നമാണ്, ഒറ്റ ആൽഫബറ്റിൻ്റെ പ്രശ്നം. അത് ഞങ്ങളല്ല. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, കാതിൽ പറഞ്ഞു, അത് ബാങ്കുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അത് അവർ ഓൺ ചെയ്തിട്ടുണ്ട്. അവരത് ഓൺ ചെയ്ത് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ലെറ്ററിനെ മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും മോശം ഒരു എന്താ പറയുക, ഒരു ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് നടപടിക്ക് പോകേണ്ടത്. അല്ല, ഇതിപ്പോൾ ഒരു സംഗതി മാത്രമല്ല, ഇക്കാര്യം തുടർച്ചയായിട്ടൊരു സംഗതിയായിട്ട് വന്നല്ലോ. അപ്പം ഇത് ദുരൂഹമാണ്, നിയമപരമല്ലാത്ത നടപടിയാണ്. ഇതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും. അക്കൗണ്ടിൽ അറിയില്ലായിരുന്നല്ലോ, നമുക്കറിയില്ലായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇത് ബാങ്കാണല്ലോ സാധാരണ കൈകാര്യം ചെയ്യാം. ഇത് വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. ഇറ്റ്സ് നോട്ട് എ ന്യൂ അക്കൗണ്ട്. ഞാൻ തുടങ്ങിയൊരു അക്കൗണ്ടാണ്. ഇല്ല, യാതൊരു തരത്തിലും ആ തരത്തിലൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 1 കോടി രൂപ പണം അടയ്ക്കാൻ ചെല്ലപ്പോൾ അത് സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ടായി. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടല്ല, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സാങ്കേതികമായ വീഴ്ച, ഒരു പ്രശ്നം കൊണ്ടാണ് ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് IT നടപടി നേരിടുന്നതെന്നും. പക്ഷേ എന്നാൽ ആദായ നികുതി വകുപ്പ് ആ ഇടപാടുകൾ തടയുന്നത് അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന നടപടി അത് രാഷ്ട്രീയ പ്രേരിതമെന്നുമാണ് ഇപ്പോൾ CPMന്റെ വാദം. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. തൃശ്ശൂരിലെ CPMന്റെ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ 1 കോടി രൂപ തിരികെ അടക്കാൻ എത്തിയപ്പോൾ അത് അനുവദിക്കാത്തൊരു നിലയുണ്ടായി. അത് സംബന്ധിച്ച് വിശദീകരണം നൽകുകയായിരുന്നു CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഇത് സംബന്ധിച്ച് ഒരു സാങ്കേതികമായി ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സാങ്കേതിക വീഴ്ച, സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ CPMനെ വേട്ടയാടുന്നു, അതിനെ ആദായ നികുതി വകുപ്പ് അവർക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിക്കുന്നതെന്നൊക്കെ ആരോപിക്കുന്നുണ്ടല്ലോ CPM. എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്? ഗൂഗിൾ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ് ആദായ നികുതി വകുപ്പ് എന്നുള്ളൊരു ആരോപണമാണ് CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഉന്നയിക്കുന്നത്. ഒപ്പം ഇന്നലെ ഈ ബാങ്കിൽ 1 കോടി രൂപയുമായി പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ജില്ലാ സെക്രട്ടറി MM വർഗീസ്. അതായത് ആദായ നികുതി വകുപ്പിന്റെ തൃശ്ശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബാങ്കിൽ ചെന്നത് എന്നാണ് പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു
ഓഫീസ് എന്ന നിലയിലും ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവിടെ ചെല്ലുന്നു. ഈ കത്തിൽ പിൻവലിച്ച 1 കോടി രൂപയും ആയി എത്തണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നൽകിയത്. അവിടെ ചെന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാറ്റത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുന്നതും കൈവശമുണ്ടായിരുന്ന പണം പിടിച്ചെടുക്കുന്നതിലേക്ക് പോകുന്നതും. എന്തായാലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് തങ്ങളെ വേട്ടയാടുകയാണ് ആദായ നികുതി വകുപ്പ് എന്നുള്ളൊരു ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഒപ്പം ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തെറ്റായ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിശദീകരണങ്ങൾ കൂടി MM വർഗീസ് നടത്തുന്നുണ്ട്. അതിൽ പ്രധാനം CPM കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. ആ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ രേഖപ്പെടുത്തിയത്, പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റായാണ് എന്നുള്ളതാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. അതിൽ ഒരു ആൽഫബറ്റ് പൂർണ്ണമായി മാറി രേഖപ്പെടുത്തിയതാണ് ഇത്രയേറെ വിവാദങ്ങൾക്ക് കാരണം. അത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. എന്തായാലും അത്തരത്തിലുള്ള ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത്, ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ വലിയ തെറ്റാണ്, ആ തെറ്റിൻ്റെ പുറത്താണ് പാർട്ടി ഇങ്ങനെ പ്രതിക്കൂട്ടിലായത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. എന്തായാലും നിയമപരമായി തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ നടപടികളെ നേരിടാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ തൃശ്ശൂരിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, അത് ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ ക്രമവിരുദ്ധമാണ്, അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആക്ഷേപം. ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയില്ലെന്ന് സ്ഥിരീകരിച്ച് മകൻ ചാണ്ടി ഉമ്മൻ ക്യാൻസർ ബാധിതനായതിനാൽ ആരോഗ്യനില പരിഗണിച്ചാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് വിശദീകരണം. വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് ലൈവിലെ പ്രതികരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ടോബി, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏറെ വിവാദമായ, ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്ത സംഭവമാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തങ്ങളുടെ ആ തീരുമാനം ശരിയെന്ന് തെളിയുന്നു ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന ഘട്ടത്തിൽ എന്നാണോ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന വിവരം? ഗോകുൽ, തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിക്ക് അത് നൽകാതിരുന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നൽകിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഒരു വിവാദം ഇപ്പോൾ നിലവിൽ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ചർച്ചകൾ സജീവമായ സാഹചര്യത്തിലാണ് അന്ന് ഇത് നൽകാതിരുന്നതിന്റെ കാരണം അത് സത്യമാണെന്ന് തെളിഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് താൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അടക്കമുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് ചാണ്ടി ഉമ്മൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണമായി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. സഹോദരന്റെ അടുത്ത് നിന്ന് വരെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ വരികയും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഒപ്പം തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം അത് വലിയ ചർച്ചയാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് ചില മറുപടികളൊക്കെ നൽകിയിരുന്നു. അന്ന് ഉയർന്നു വന്നൊരു ചർച്ചയായിരുന്നു ഈ വാക്സിൻ നൽകാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമൊക്കെ അന്നും ഉയർന്നു വന്നിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് നിലവിലെ വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അന്ന് താൻ നൽകാതിരുന്നത് അദ്ദേഹത്തിന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു പ്രതികരണം ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച ആളുകൾ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യം കൂടി ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഇന്നും ചൂടിന് കാഠിന്യമേറും. പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ കൂടുതൽ മേഖലകളിൽ സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഓരോരോ ദിവസം കഴിയും തോറും കൂടുതൽ ജില്ലകളിലേക്ക് ഈ മുന്നറിയിപ്പ് കൂടുന്നുണ്ട്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ? വരും ദിവസങ്ങളിലെ സാഹചര്യം എന്താകും? ഗോകുല, സംസ്ഥാനത്ത് അസാധാരണമായ ചൂട് കൂടും, അതായത് ഒരാഴ്ച കൂടി കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിൽ ആലപ്പുഴയിൽ നിന്ന് ആ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. പകരം 3 ജില്ലകളിൽ തുടരുന്നുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂരിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ശേഷം സംസ്ഥാനത്ത് വിവിധയിടങ്ങൾ, ഉൾപ്രദേശങ്ങളിൽ, തീരപ്രദേശങ്ങളിലൊക്കെ ഈ അന്തരീക്ഷ ആർദ്രത അത് 50 മുതൽ 65% വരെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട്,
അത്യുഷ്ണമായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. ഈ ചൂട് കൂടിയതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള തുടരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ കായിക വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കായിക മത്സരങ്ങൾക്ക് സംസ്ഥാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്തെങ്ങും കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുത് എന്ന് കായിക വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കായിക പരിശീലനം, വിവിധ സെലക്ഷൻ ട്രയൽസ് എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. കടുത്ത ചൂട് തുടരുന്നതുവരെ ഈ നിയന്ത്രണം നിലനിൽക്കും എന്നുള്ളതാണ് നിർദ്ദേശം. ചൂട് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ കായിക താരങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കായിക വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ കടുത്ത ചൂട് തുടരുമ്പോഴും സംസ്ഥാനത്ത് വേനൽ മഴ കൂടി സജീവമാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇന്നും നാളെയുമൊക്കെ സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽമഴ സജീവമാകും. ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് മെയ് 6 ശേഷം കൂടുതൽ പ്രദേശങ്ങളിൽ വേനൽമഴ സജീവമാകാനാണ് സാധ്യത. ഇതുവരെ മഴ ലഭിക്കാത്ത വടക്കൻ കേരളത്തിൽ കൂടി വേനൽമഴ ലഭിക്കും എന്നുള്ളതാണ് പ്രവചനം. ഏതാണ്ട് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള 12 ജില്ലകളിൽ ഈ വേനൽമഴ ലഭിക്കാനുള്ള സാധ്യത ഇതിനോടകം പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും അതുപോലെ തെക്കൻ തമിഴ്നാട് തീരത്തും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അടുത്ത ദിവസങ്ങളിലും മഴ കൂടും. വേനൽ മഴ മാത്രമാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും ഉയരുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, പൊതുജനങ്ങളും KSEB ഉദ്യോഗസ്ഥരും ഒരുപോലെ നിസ്സഹായരാവുന്ന സാഹചര്യമാണ്. പക്ഷേ വലിയ പ്രതിഷേധം KSEB ജീവനക്കാർക്ക് നേരെ പലയിടങ്ങളിൽ ഉയരുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്നതാണോ KSEBയുടെ നിലപാട്? ഗൂഗിൾ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ബോർഡ് അഭിമുഖീകരിക്കുന്നത്. ഉപഭോഗം ഓരോ ദിവസവും കൂടി വരുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് ഓരോ റെക്കോർഡുകളും മാറ്റപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉപയോഗിച്ചത് 113.26 ദശലക്ഷം യൂണിറ്റ് ആണ്. ഇതാണ് ബോർഡിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് ബോർഡ് ജലവൈദ്യുത ഉൽപാദനവും വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് എത്തിക്കുന്ന വൈദ്യുതിയുടെ അളവ് 89 ദശലക്ഷം യൂണിറ്റായി ഉയർത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ജനങ്ങൾ ഈ ഉപയോഗം കൂടുന്നതനുസരിച്ച് വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലയ്ക്കുണ്ടാകുന്ന തകരാറുകളാണ് ബോർഡിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 700ഓളം ട്രാൻസ്ഫോമറുകൾ ഇത്തരത്തിൽ തകരാറിലായി എന്നുള്ളതാണ് KSEBയുടെ ഒരു കണക്ക്. പലയിടത്തും ഫീഡറുകൾ ഓഫ് ആവുകയും ട്രിപ്പാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പൊതുജനങ്ങളും KSEB ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ഒരു ആവശ്യം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നാളെ ചേരുന്ന ഉന്നതതല യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാകും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമെങ്കിൽ നടപ്പാക്കുക. ഇത് ഏത് തരത്തിലുള്ള നിയന്ത്രണം വേണമെന്നൊക്കെയുള്ള കാര്യം നാളത്തെ യോഗത്തിലാകും തീരുമാനിക്കുക. കാരണം പവർ കട്ടാണോ, ലോഡ് ഷെഡിംഗ് ആണോ, അതോ പകൽ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണമാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ബോർഡ് നാളെ തീരുമാനമെടുക്കും. ഏതായാലും ബോർഡിന്റെ നിരന്തരമായ ബോധവൽക്കരണവും അതോടൊപ്പം മുന്നറിയിപ്പും എല്ലാം അവഗണിച്ച് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്നത് ബോർഡിനെ ആശങ്കയിലാക്കുന്നുണ്ട്. ശരി ഗിരീഷ്, ഏതായാലും ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയാണ്. ആ ഘട്ടത്തിൽ ബോർഡിൻ്റെ നിലവിലെ സംവിധാനങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനാവാത്ത നിലയിലേക്ക് ഉപയോഗം ഉയരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടായാൽ ഈ കൊടുംചൂടത്ത് അതൊരു വലിയ ബുദ്ധിമുട്ടായി പൊതുജനങ്ങൾക്ക് മാറുകയും ചെയ്യും. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഖ്യാപനം 24 മണിക്കൂറിനകമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചുമതലപ്പെടുത്തി. ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ലെന്ന് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്, UP-യിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഈ പ്രഖ്യാപനം വൈകുന്നതിൽ. ഇനിയിപ്പോൾ 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. എന്താണ് അവസാന ഘട്ടത്തിലെ ആലോചനകൾ? ഗൂഗിൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. എന്തായാലും 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തന്നെ ഇന്നലെ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന കോൺഗ്രസ് ഘടകവും ഇരു നേതാക്കളും മത്സരരംഗത്ത് വേണമെന്നൊരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സമ്മർദ്ദം
പ്രതിഷേധത്തിനിടയിലും ഇതുവരെ വൈകുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തായാലും നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നാളത്തെ പ്രഖ്യാപനം എന്തായാലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്മൃതി ഇറാനി വ്യക്തമാക്കിയിരുന്നു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇതിനിപ്പോൾ മറുപടിയിട്ടാണ് ആരും ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ ഇല്ല എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് ഇതിനോട് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് അമേഠി. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. കഴിഞ്ഞ 2019 രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി മത്സരത്തിൽ മണ്ഡലത്തിൽ സ്മൃതി ഇറാനി വിജയിക്കുകയും രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ എത്തുമോ അതോ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് വെടിവെച്ച കേസിലെ പ്രതികളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. അനുജ് ഥാപ്പർ എന്ന പോലീസ് കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യ ചെയ്തത്. ബൈക്കിൽ വെടിവെക്കാനെത്തിയവർക്ക് സഹായം ചെയ്തു കൊടുത്തെന്നതാണ് ഇയാൾക്കെതിരായ കേസ്. ശ്രീനാഥ് ചന്ദ്രൻ നൽകുന്നു വിശദാംശങ്ങൾ. ശ്രീനാഥ്, പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഏതായാലും സാധ്യതയുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന പ്രതിയാണ് ആത്മഹത്യ ചെയ്തത്. ലോക്കപ്പിനുള്ളിൽ തൂങ്ങി മരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നതാണ് ഡോക്ടർമാർ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നത്. ലോക്കപ്പിൽ നിന്ന് ഉടനെ തന്നെ മുംബൈയിലെ GT ആശുപത്രിയിൽ അനുജ് ഥാപ്പനെ എത്തിച്ചെങ്കിലും മരണം അപ്പോഴേക്കും സംഭവിച്ചു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ാം തീയതിയാണ് പഞ്ചാബിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാളും ഒരു കൂട്ടുപ്രതിയുമാണ് പോലീസ് അവിടെ നിന്ന് പിടികൂടി പിന്നീട് മുംബൈയിൽ എത്തിച്ചത്. നേരത്തെ ഏപ്രിൽ 14 നടന്ന വെടിവെപ്പിൽ പങ്കെടുത്ത 2 പേർക്ക്, ബൈക്കിലെത്തിയ 2 പേർക്ക് തോക്ക് എത്തിച്ചു നൽകിയ ആളുകളാണ് ഇവർ എന്നതാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായ 4 പേർക്കെതിരെയും മക്കോക്ക കഴിഞ്ഞ ദിവസം ചുമത്തുകയും ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ, തോക്കടക്കമുള്ള പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ പോലീസിന് കിട്ടിയതുമാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മരണം കൂടി സംഭവിക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അല്പം മുമ്പ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. പാലക്കാട് മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി ശബരീഷ്, പുഞ്ചക്കോട് സ്വദേശിനി സരോജിനി എന്നിവരാണ് മരിച്ചത്. നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ, ഈ മരണങ്ങൾ എന്തെങ്കിലും അസ്വാഭാവികത, പ്രത്യേകിച്ച് ഈ സൂര്യാഘാതത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ഗോകുൽ, അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 2 പേരാണ് ഇന്നിപ്പോൾ മണ്ണാർക്കാട് മാത്രം കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എതിർപ്പണം ശബരി നിവാസിൽ രമണി അംബുജം ദമ്പതികളുടെ മകൻ ശബരീഷ്, 27 വയസ്സാണ് ശബരീഷിന്. പുഞ്ചക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ സരോജിനി എന്നിവരാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കവെയാണ് ഈ ശബരീഷ് കുഴഞ്ഞു വീണത്. ഉടനെ തന്നെ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലയിലെ ഈ ഉഷ്ണതരംഗത്തോടനുബന്ധിച്ച് 2 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൊടും ചൂടിനെ തുടർന്ന്. അതുമായി എന്തെങ്കിലും ബന്ധം ഈ 27-കാരന്റെ മരണത്തിനുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത കൈവരൂ. ഭക്ഷണം കഴിച്ച് കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കവെയാണ് ഈ കുട്ടി തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഉടനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സൂര്യാഘാതമേറ്റോ മറ്റോ ഉള്ള മരണമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരൂ. ജില്ലയിലെ ചൂട് യാതൊരു ശമനവും ഇല്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ഓറഞ്ച് അലർട്ട് ജില്ലയിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗവും നിലനിൽക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ 41 മുതൽ 42 ഡിഗ്രി വരെയാണ് ജില്ലയിലെ എല്ലാ വെതർ സ്റ്റേഷനുകളിലും രേഖപ്പെടുത്തുന്ന താപനില. ഗൂഗിൾ. ശരി, നിഖിൽ, ഏതായാലും പാലക്കാട് 2 മരണങ്ങൾ കുഴഞ്ഞു വീണ് സംഭവിക്കുന്നു. പക്ഷേ അതിൽ മരണകാരണം സൂര്യാഘാതമോ മറ്റോ ആണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ആശങ്കയ്ക്ക് അർത്ഥമുണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആലുവ കാലടിയിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ പിടിയിൽ. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 മാസം മുമ്പുണ്ടായ തർക്കമാണ് അതിക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണ്. അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ, സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ. അവരുടെ വെർഷൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഈ ഇന്നലത്തെയുള്ള ഇത് കൊട്ട് ചെയ്തു. പ്രകോപനമില്ലാതെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ റസാഖ് 24-നോട് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ഷെഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5-6 പേര് മാരകായുധങ്ങളുമായി അവിടെ ഒരു കാറിന് വന്നിട്ട് മാരകായുധങ്ങളുമായിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു.
ഞങ്ങളെ ആക്രമിച്ച് എനിക്ക് 3 കുത്ത് പുറത്ത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകുന്ന ഒരാളുടെ തലക്ക് ശക്തമായിട്ട് അടിച്ച് അയാൾക്ക് ഒരു 7 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ ഈ മൻസൂർ ഇവരെയൊക്കെ ആക്രമിച്ചു. ഞങ്ങളൊരു 5-6 പേരെ അവർ ആക്രമിച്ച് തിരിച്ച്. അപ്പം ഞങ്ങളിങ്ങനെ ഓടി മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ പുതുവാങ്ങുന്നതിൽ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടായി. അപ്പോൾ അവൻ എന്താ വിഷയം എന്ന് സംസാരിക്കാനായിട്ട് എന്താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവനെ കാറിടിച്ച് ആദ്യം വീഴ്ത്താൻ നോക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവനെ ഒരു പ്രകോപനവും ഇല്ലാതെ മാരകമായിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതെന്താ കാരണം എന്ന് ഒരു ഐഡിയ ഇല്ല. ആരാ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. വിഷ്ണു സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ആരാണ് ഈ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ? ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ആരൊക്കെ? ഗോകുൽ, ഫൈസൽ ബാബു, അതോടൊപ്പം സിറാജ്, സനീർ, ഈ 3 പേരുമാണ് ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതി ഫൈസൽ ബാബു ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 1 മാസം മുമ്പ് ഫൈസൽ ബാബു അതോടൊപ്പം തന്നെ അർഷാദ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കത്തിന്റെ ആകെത്തുക ബാക്കിയാണ് ഇന്ന് നടന്ന ഈ അക്രമ സംഭവം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അന്ന് ഈ ഫൈസൽ ബാബുവും അൻഷാദും തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത പറയാനെത്തിയ ആളാണ് കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗമായ സുലൈമാൻ. അതുകൊണ്ട് സുലൈമാൻ ഈ അൻഷാദിനെയും അതോടൊപ്പം അൻഷാദിന്റെ പിതാവ് സിദ്ദീഖിനെയും സംരക്ഷിക്കുന്നു എന്നൊരു വിലയിരുത്തൽ ഈ അക്രമകാരികൾക്കുണ്ട്. അതുകൊണ്ടാണ് സുലൈമാനെ കൂടി ആക്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി കാറിൽ 6 അംഗ സംഘം എത്തുന്നു. ഇവർ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള അൻഷാദ് ഉൾപ്പെടെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലേക്ക് എത്തി ഒന്നും പറയാതെ തന്നെ ആയുധവുമായി എത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രതികൾ ചോദ്യം ചെയ്തപ്പോഴും അതോടൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ട ആളുകളിൽ നിന്നുള്ള ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലും അങ്ങനെയാണ്. 6 പേരോളം ഈ സംഘത്തിലുണ്ടായിരുന്നു. CCTV കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വാഹന അപകടം മാത്രമാണോ ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ ഉണ്ടോ ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ സുലൈമാന്റെ ആരോഗ്യനില ഇന്നലെ ഗുരുതരമാണ്. നിലവിൽ അതൊരൽപ്പം ഭേദപ്പെട്ടിട്ടുണ്ട്. അപകടനില തരണം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഗൂഗിൾ. ശരി വിഷ്ണു, ഇന്നലെ രാത്രിയിലാണ് കാലടിയിൽ ഇത്തരത്തിൽ പൊടുന്നനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കാറിലെത്തിയ സംഘം അവിടെ റോഡരികിൽ ഇരുന്ന ഇതൊന്നും പ്രശ്നം എന്താണെന്നോ മുൻ തർക്കങ്ങൾ എന്തെന്നോ പോലും അറിയാതിരുന്ന ഒരു കൂട്ടത്തിന് നേരെയാണ് ആക്രമണം നടത്തി. അതിൽ സുലൈമാൻ എന്ന മുൻ പഞ്ചായത്ത് അംഗത്തിനാണ് കാര്യമായി പരിക്കേറ്റത്. ഏതായാലും മുമ്പ് വാഹനാപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സംഘടനകളുടെ തീരുമാനം. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, അവധിക്കാലമാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം ലൈസൻസ് എടുക്കാനായി ഒരുപാട് പേർ ഈ ടെസ്റ്റുകളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ പ്രതിസന്ധി ഇനിയൊരു ചർച്ചയുടെ സാധ്യതയുണ്ടോ? ഗോകുൽ, നാളെ മുതലാണ് അതായത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കാനിരിക്കുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം 60 പേർക്കായി ചുരുക്കി എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിൽ 40 പേർ പുതിയ ആളുകളും 20 പേർ നേരത്തെ പരാജയപ്പെട്ട ആളുകളുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റിന് കാത്തിരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. ഒരു കാരണവുമില്ലാതെ ചില ആളുകളെ എല്ലാം പറഞ്ഞു വിടുന്നു. അതായത് ടെസ്റ്റിന് ഡേറ്റ് എടുത്ത ആളുകളെ പോലും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടെസ്റ്റ് റദ്ദാക്കി പുതിയ ഡേറ്റ് എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിന് തയ്യാറാകുന്നത്. പലതവണ വിവിധ ജില്ലകളിലെ RTOമാരുമായി ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ചർച്ച നടത്തിയെങ്കിലും ഒരു തരത്തിലും ഫലവും ഉണ്ടായില്ല. സംസ്ഥാന RTO അല്ലെങ്കിൽ സംസ്ഥാന കമ്മീഷണർ തീരുമാനമാണ്, മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനമാണ്. അതിൽ തങ്ങൾക്ക് ജില്ലാതലത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലയ്ക്ക് മാത്രമായി അത്തരത്തിലൊരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാവില്ല എന്നുള്ളതാണ് RTOമാരുടെ നിലപാട്. അതുകൊണ്ടാണ് ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി ഉൾപ്പെടെ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തീരുമാനം. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് നാളെ ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്നും പരിഗണിച്ചില്ല. 113ാമത്തെ കേസായാണ് ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ, കേസിന്റെ അന്തിമവാദത്തിന് ലിസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷവും ഈ കേസിന്റെ പരിഗണിക്കുന്നത് ഇന്ന് മാറിപ്പോയ സാഹചര്യം എന്താണ്?
ഇന്ന് രാവിലെ മുതൽ കോടതിയുടെ മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് എടുക്കുമെന്നാണ് കരുതിയിരുന്നത്. 113ാമത്തെ ഇനമായിട്ടായിരുന്നു ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ദീർഘമായിട്ടുള്ള വാദങ്ങൾ വേണ്ട കേസുകളാണ് 100 മുതൽ ഉള്ള സീരിയൽ നമ്പറുകളിൽ ഉണ്ടാവുക. അതിൽ 113ാമത്തെ കേസായിട്ടായിരുന്നു രാവിലെയും കേസ് ഉണ്ടായിരുന്നത്. 100ാമത്തെ കേസ് കേട്ടതിന് ശേഷം കോടതി 101ാമത്തെ കേസ് കേൾക്കുന്നതിൽ ഉണ്ടായ താമസം ദീർഘമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ കേസ് കേൾക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അതിനെ തുടർന്ന് ലാവ്ലിൻ കേസ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഉചിതമായിട്ടുള്ള സമയം പിന്നീട് ഉണ്ടായില്ല. മറ്റ് കേസുകളും ഇതിനനുബന്ധമായി ഈ ലാവ്ലിൻ കേസിന് മുകളിലുണ്ടായിരുന്ന മറ്റ് കേസുകളും ഈ സാഹചര്യത്തിൽ മാറിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഒരു അവധി കൂടി ലാവ്ലിൻ കേസിന് പരിഗണനയ്ക്ക് വേണ്ടി ഉണ്ടായേക്കും. അഥവാ അന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ജൂലൈയിലായിരിക്കും ലാവ്ലിൻ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട് വിരുദനഗറിലെ ക്വാറിയിലുണ്ടായ സ്ഫോടനത്തിൽ ക്വാറി ഉടമ അറസ്റ്റിൽ. തൂത്തുക്കുടി സ്വദേശി സേതുരാമനാണ് പിടിയിലായത്. ക്വാറിയിൽ നടത്തിയ പരിശോധനയിൽ 1000 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. സ്ഫോടനത്തിൽ 4 തൊഴിലാളികൾ മരിച്ചിരുന്നു. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, വലിയ അളവിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു, അതാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? ഗൂഗിൾ അവിടെ, അതായത് ഈ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഗോഡൌണിലേക്ക് ഇറക്കുകയായിരുന്ന സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. പക്ഷേ ഇന്നിപ്പോൾ നടത്തിയ പരിശോധനയിൽ സമാനമായ രീതിയിൽ ആ ക്വാറിയിൽ തന്നെ കുറച്ചപ്പുറത്ത് മാറി മറ്റൊരു ലോറിയിൽ സൂക്ഷിച്ചിരുന്ന 1000 കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ള വിവരം ഈ പറഞ്ഞ രീതിയിൽ കരിയാപ്പട്ടി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ആ ഒരു കേസ് കൂടി, അതായത് 4 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ ഉടമയ്ക്കെതിരെ, തൂത്തുക്കുടി സ്വദേശിയായിട്ടുള്ള സേതുരാമനെതിരെ കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോൾ. എന്തായാലും 4 പേരുടെ മരണത്തിനാണ് ഇടയാക്കി. അതിൽ 3 പേരെ, അതായത് 3 തൊഴിലാളികളെ എന്തായാലും നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് പുതുപ്പട്ടി സ്വദേശിയായിട്ടുള്ള കന്ദസ്വാമിയാണ്, കോയിൽപ്പെട്ടി സ്വദേശികളായിട്ടുള്ള പെരിയദുരൈ, അതുപോലെ തന്നെ ഗുരുസ്വാമി. ഈ 2 പേരാണ്, ഈ 3 പേരാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരാളെ തിരിച്ചറിയാനുണ്ട്. നമുക്കറിയാം, ആ അപകടം നടന്ന സ്ഥലം രാവിലെ 8:30 മണിക്കാണ് അപകടം നടക്കുന്നത്. വലിയ തോതിലുള്ള സ്ഫോടനം തന്നെയായിരുന്നു. 4 പേരുടെ മരണം, അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ എന്തായാലും ഈ ഉടമയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പോലീസ് നടത്തിയ പരിശോധനയിൽ അവിടെ 1000 കിലോ സ്ഫോടക വസ്തുക്കൾ ആ കോറിക്ക് സമീപത്ത് ലോറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർണ്ണമാകുകയാണ്.